അമേരിക്കയുടെ കടന്നുകയറ്റത്തിന് പിന്നാലെ വെനസ്വേലയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ച് ലിയോ 14 മാർപ്പാപ്പ. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടനയുള്ള ഒരു നിയമവാഴ്ച ഉണ്ടാകണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. വ്യക്തികളുടെ മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളെയും ബഹുമാനിക്കണമെന്നും സഹകരണത്തിന്റെയും സ്ഥിരതയുടെയും യോജിപ്പിന്റെയും ശാന്തമായൊരു ഭാവി കെട്ടിപ്പടുക്കണമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. എക്സിലൂടെയായിരുന്നു മാർപ്പാപ്പയുടെ പ്രതികരണം. വെനസ്വേലയിലെ സംഭവവികാസങ്ങൾ ഞാൻ വളരെ ആശങ്കയോടെയാണ് പിന്തുടരുന്നത്. പ്രിയപ്പെട്ട വെനസ്വേലൻ ജനതയുടെ നന്മ മറ്റെല്ലാ പരിഗണനയെക്കാളും നിലനിൽക്കണം. ഇത് അക്രമത്തെ മറികടക്കുന്നതിലേക്കും നീതിയുടെയും സമാധാനത്തിന്റെയും പാതകൾ പിന്തുടരുന്നതിലേക്കും നയിക്കണം. ഇതിനെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊറോമോട്ടോയിലെ മാതാവിന്റെയും വിശുദ്ധരായ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസിന്റെയും കാർമൻ റെൻഡൽസിന്റെയും മധ്യസ്ഥതയിൽ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെയും പ്രാർത്ഥിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു എന്നായിരുന്നു മാർപ്പാപ്പ കുറിച്ചത്. അതേസമയം വെനസ്വേലയിലെ അധിനിവേശത്തിന് പിന്നാലെ കൊളംബിയയെയും ലക്ഷ്യമിടുന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൊളംബിയയിലെ സർക്കാരിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. അത്തരമൊരു നടപടി തനിക്ക് നല്ലതായി തോന്നുന്നുവെന്നും ട്രംപ് പറഞ്ഞു. കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെദ്രോയ്ക്കെതിരെ ട്രംപ് പ്രതികരിച്ചു. കൊളംബിയ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന അത് അമേരിക്കയിലേക്ക് വിൽക്കുന്ന രോഗിയായ ഒരാളാണ്. അദ്ദേഹം അധിക നാൾ ഭരിക്കില്ല. ഓപ്പറേഷൻ കൊളംബിയ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ക്യൂബയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ക്യൂബ സ്വയം വീഴുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ക്യൂബയ്ക്കായുള്ള ആക്രമണത്തിനായി കാത്തിരിക്കുന്നുവെന്ന് ട്രംപിന്റെ അനുയായും അമേരിക്കൻ സെനറ്ററുമായ ലിൻഡ്സി ഗ്രഹാം പറഞ്ഞു. ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ രാജ്യമാണെന്നും അവർ ക്രിസ്ത്യാനികളെയും പുരോഹിതന്മാരെയും കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നും ഗ്രഹാം മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം വെനസ്വേലയിൽ വീണ്ടും ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇടക്കാല പ്രസിഡന്റായ ഡെലസ് റോഡ്രിഗസ് അമേരിക്കയെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നിക്കോളാസ് മഡ്രോയുടെ വിധി ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞു. എണ്ണയ്ക്ക് വേണ്ടിയാണോ അതോ ഭരണമാറ്റത്തിന് വേണ്ടിയാണോ വെനസ്വേലയിലെ ആക്രമണങ്ങളെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സമാധാനത്തിന് വേണ്ടിയെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. നിലവിൽ അമേരിക്കൻ അധിനിവേശത്തിൽ 40ഓളം പേരാണ് വെനസ്വേലയിൽ കൊല്ലപ്പെട്ടത്. ജനുവരി 3 പുലർച്ചെയാണ് മഡ്രോയെയും ഭാര്യയെയും അമേരിക്കൻ സേന ബന്ദിയാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു മഡ്രോയെയും ഭാര്യയെയും ബന്ദിയാക്കിയ വിവരം ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. ഇതിനുശേഷം വെനസ്വേല US ഭരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. മഡ്രോയ്ക്കെതിരെ കടുത്ത വകുപ്പുകളാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. നർക്കോ ടെററിസം, ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, യന്ത്രത്തോക്കുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വയ്ക്കൽ, US-നെതിരെ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മഡ്രോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് വിവരം.